തൃശൂർ കളക്ട്രേറ്റിൽ UNA സമരത്തിനിടെ സംഘർഷം. ലേബർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ലേബർ ഓഫീസിലേക്ക് സംഘടന മാർച്ച് നടത്തിയത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും കളക്ട്രേറ്റിലേക്ക് നടത്തിയ ഈ സമരത്തിനിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഉണ്ടായതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സമരം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 3 മാസമായി ഈ തൃശ്ശൂരിലെ ജൂബിലി അമല ആശുപത്രികൾക്ക് മുന്നിൽ നഴ്സുമാർ, UNAയുടെ നഴ്സുമാർ സമരത്തിലാണ്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് ഇവർ ഈ 2 ആശുപത്രികൾക്ക് മുന്നിലും സമരം നടത്തി വരുന്നത്. പക്ഷേ ഈ ഒരു സമരത്തിനോട് അധികൃതർ മുഖം തിരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. സമരത്തിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണെന്നാണ് UNA പറയുന്നത്. കാരണം ഒരു ചർച്ചയ്ക്ക് പോലും ഈ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നതൊരു ആക്ഷേപം കൂടിയിട്ട്. മാത്രമല്ല, ഈ സമരത്തിനിറങ്ങിയ നഴ്സുമാരിൽ ഭൂരിഭാഗവും ഈ 2 ആശുപത്രികളിലെയും നഴ്സുമാരാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഈ നഴ്സുമാരുടെ UNA നഴ്സുമാർക്ക് പകരം നഴ്സിംഗ് വിദ്യാർത്ഥികളെയും അതുപോലെ മറ്റ് യോഗ്യത ഇല്ലാത്ത ആളുകളെയും ഒക്കെ വെച്ചാണ് ഈ ആശുപത്രി നടത്തിക്കൊണ്ടു പോകുന്നത്. വലിയ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി UNA ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി DMOയ്ക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിൽ DMO ഒരു മറുപടി നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തൃശൂർ DMO ഓഫീസിലേക്ക് UNA മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തൃശൂർ കളക്ട്രേറ്റ് ബിൽഡിംഗിലാണ് ഈ ലേബർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ സമരം ഇന്ന് ഉച്ചയോടെ അയ്യന്തോൾ ചുങ്കത്തിന് സമീപത്ത് നിന്ന് മാർച്ചായി ആരംഭിച്ച് കളക്ട്രേറ്റ് പടിക്കലെത്തിയോട് പോലീസ് കളക്ട്രേറ്റിന്റെ ഗേറ്റ് അടച്ച് ഈ സമരം തടഞ്ഞു. ഇതിനിടെ UNAയുടെ നേതാക്കൾ ഈ ലേബർ എൻഫോഴ്സ്മെന്റ് ഓഫീസറുമായി ചർച്ച നടത്താനായി ഓഫീസിലേക്ക് പോയി. പക്ഷേ ഓഫീസറും ഈ സമരത്തോട് മുഖം തിരിച്ച് ഒരു സമീപനമാണ് സ്വീകരിച്ചെന്നാണ് UNA നേതാക്കൾ പറയുന്നത്. ഇതോടെ ഈ ചർച്ചയ്ക്ക് പോയവർ തിരികെ വന്നു. ഇതിനുശേഷമാണ് നഴ്സുമാർ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിനിടെയാണ് പോലീസ് ഒരു ലാത്തി വീശുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. പക്ഷേ പോലീസിന് ഇത്രയും അധികം നഴ്സുമാരെ തടഞ്ഞു നിർത്താനായില്ല. നഴ്സുമാർ കളക്ട്രേറ്റ് കോമ്പൗണ്ടിലേക്ക് കടന്നു. കോമ്പൗണ്ടിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ശേഷം ഈ ബിൽഡിംഗിന്റെ വരാന്തയിൽ കയറി അവിടെയും ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഒടുവിൽ ACT എത്തിയാണ് ഈ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നാളെ തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുമായി ചർച്ച നടത്താമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചു. ഇതോടെയാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ആ ചർച്ചയിൽ ഈ തൃശ്ശൂരിലെ ലേബർ ഓഫീസർ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളൊരു ഉറപ്പ് കൂടി ലഭിച്ചു. അതോടെയാണ് ഈ UNAയുടെ നേതാക്കൾ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്. അല്പം മുമ്പാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ഈ ലാത്തി അടിയിൽ UNAയുടെ സംസ്ഥാന നേതാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് UNAയുടെ നേതാക്കൾ പറയുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു. പോലീസിന് ഇത്രയും അധികം വനിതാ പ്രവർത്തകർ അല്ലെങ്കിൽ നഴ്സുമാരെ തടയാനുള്ള ഒരു സംവിധാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. വനിതാ പോലീസ് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഴ്സുമാർ കളക്ട്രേറ്റ് കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്തായാലും വലിയ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഈ സമരം ആളിപ്പടരുമെന്നാണ് UNAയുടെ നേതാവ് ജാസ്മിൻ ഷാ അല്പം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും സമരം അവസാനിപ്പിക്കാൻ UNA നേതാക്കൾ ഒട്ടും തയ്യാറല്ല. 2 ആശുപത്രികൾ, അതായത് ജൂബിലി അമല ആശുപത്രികളിൽ 800+ ബെഡ്
കാറ്റഗറിയിലുള്ള ആശുപത്രിയാണ് ഈ അമല, അതുപോലെ തന്നെ ജൂബിലി മിഷൻ ആശുപത്രി. അവിടെ ഇവർ ആവശ്യപ്പെടുന്നത് 12,000 രൂപ ശമ്പള വർധനവ് വേണമെന്നുള്ളൊരു കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യത്തോട് ഇതുവരെയും ഈ ആശുപത്രി അധികൃതർ സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. 3 മാസത്തോളമായി 2 ആശുപത്രികളുടെ മുന്നിലും നഴ്സുമാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും UNAക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംഘടനാ നേതാക്കളുള്ളത്. കാർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.